എന്തുകൊണ്ടാണ് ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്? ഇന്ത്യ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത ഗ്രന്ഥമായ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് രാജ്യം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ഭരണഘടന നിലവിൽ വന്ന ദിവസമാണിത് എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ കരട് അസംബ്ലി അംഗീകരിക്കുന്നത് 1949 നവംബർ 26-നാണ്. നമ്മൾ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26-ആണ്. എന്നാൽ ഈ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. നേരത്തെ അംഗീകരിക്കപ്പെട്ട ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എന്തിന് തൊട്ടടുത്ത വർഷം ജനുവരി 26 വരെ കാത്തിരുന്നു എന്നതാണ് ഉയരാൻ സാധ്യതയുള്ള ഒരു സംശയം. ജനുവരി 26 ഈ ദിവസത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. 1930-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടെ പൂർണ്ണ സ്വരാജ് എന്ന പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ദിവസമാണ് ജനുവരി 26 എന്നതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായി ആ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാർ വച്ചു നീട്ടിയ അർദ്ധ സ്വാതന്ത്ര്യത്തിന് എതിരെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിച്ചത്. ജനുവരി 26 ഇന്ത്യ ഒട്ടാകെ പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള വിത്തുപാകി എന്നതാണ് ഈ പ്രമേയത്തിന്റെ ചരിത്ര പ്രാധാന്യം. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. 7600ഓളം നിർദ്ദേശങ്ങൾ വന്നതിൽ നിന്ന് ഏകദേശം 2400 എണ്ണം സമിതി ഒഴിവാക്കിയിരുന്നു. ഭരണഘടനയുടെ ആദ്യ പകർപ്പ് 1948 ഫെബ്രുവരിയിലാണ് പ്രസിദ്ധീകരിച്ചത്. 1949 നവംബർ 26-ന് ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സെഷനിലാണ് ഭരണഘടന ആദ്യമായി അംഗീകരിക്കപ്പെടുന്നത്. 284 അംഗങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടന അങ്ങനെ 1950 ജനുവരി 26-ന് പ്രാബല്യത്തിൽ വന്നു. 1935-ലെ ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ചാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളുമുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ അസംബ്ലി 1950-ൽ അംഗീകരിച്ചത്. അങ്ങനെ സ്വതന്ത്ര ഭാരതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അവതരിപ്പിച്ച ദിവസത്തെ കൂടിയാണ് റിപ്പബ്ലിക് ദിനം ഓർമ്മപ്പെടുത്തുന്നത്.